ജില്ലാ പോലീസ് മേധാവി ദേവ മനോഹറിന്റെ പ്രതികരണത്തിലേക്ക്. നമ്മൾ രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. രക്ഷാപ്രവർത്തനത്തിൽ ട്രെയിൻഡ് മെൻ ഉണ്ട്. NDRF, RRF, ഫയർഫോഴ്സ്, ലോക്കൽ പോലീസ് എല്ലാ ആൾക്കാരുടെയും സർവീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ കടാവർ ഡോഗ്സ്, ശവശരീരം മണ്ണിനടിയിൽ കിടന്നാൽ അത് മണത്ത് മനസ്സിലാക്കുന്ന ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കടാവർ ഡോഗ്സിൻ്റെ സർവീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മഴ നമ്മൾ ഇന്നലെ രാവിലെ 4:45 വരെ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇന്ന് വീണ്ടും നമ്മളെ 6:30 7 മണിക്ക് തുടങ്ങിയിരിക്കുന്നത്. മഴ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ എന്നിട്ടും നമ്മളത് നോക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ടേക്ക് വന്നത്? ഡ്രോണുകൾ ഉപയോഗിക്കും. ഡ്രോണ് നമ്മൾ അതിൻ്റെ സർവീസ് ഉപയോഗിക്കാൻ NDRF പറഞ്ഞിരുന്നു. അതിൻ്റെ പോസിബിലിറ്റി പറയുന്നുണ്ട്. നമ്മുടെ സെർച്ച് സോൺ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സോണിലും നമ്മൾ NDRFൻ്റെ, RRFൻ്റെ, ലോക്കൽ പോലീസിൻ്റെ സർവീസ് ഉപയോഗിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന് ഏകദേശം എത്ര ആളുകൾ പങ്കെടുക്കുന്നു? രക്ഷാപ്രവർത്തനത്തിൽ നമ്മളിപ്പോൾ ഉദ്ദേശം 500-ൽ പരം ആൾക്കാർ മൊത്തമായിട്ടുണ്ട്. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ 5 പേരാണ്. ലോക്കലിൽ നിന്ന് ആരും തന്നെ മിസ്സായിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. തന്നെയാണോ? ഈ കമ്പനിയുടെ ആൾക്കാരാണ് കാണാതിരിക്കുന്നത്. അല്ല, കണ്ടെയ്നർ മണ്ണിനടിയിൽപ്പെട്ടിട്ടില്ല. കണ്ടെയ്നർ അവരുടെ സ്ഥാനം ഈ മണ്ണിടിഞ്ഞ് വന്നപ്പോഴേ അതിൻ്റെ സ്ഥാനം തെറ്റിയിട്ടുണ്ട്. അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ അവരുടെ വാസസ്ഥലത്ത് ആളുണ്ടെന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മളതും പരിശോധിക്കുന്നുണ്ട്. ഈ പുറത്തുനിന്നുള്ള ഇപ്പോൾ TDRF പോലെയുള്ള പുറത്തുനിന്നുള്ള കൂട്ടായ്മകൾ പക്ഷേ സാന്നിധ്യം കണ്ടെത്തിയാണ് രക്ഷാപ്രവർത്തനത്തിൽ അവരുടെ കടത്തി ഉപയോഗിക്കുക. മനസ്സിലായില്ല എന്നിട്ട് പറഞ്ഞു. പുറത്തുനിന്നുള്ള നിരവധി രക്ഷാപ്രവർത്തനം നടത്താൻ വരുന്ന കൂട്ടായ്മകളുണ്ട്. അത് അതിൻ്റെ തൽക്കാലം ഇന്നലെ തീരുമാനിച്ച് നമുക്ക് ഇവിടെ NDRF ടീം നോക്കട്ടെ. ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഔദ്യോഗിക സംഘം നോക്കട്ടെ. അത് നമുക്ക് ആവശ്യമുണ്ടെന്ന് ആലോചിക്കാം. ജില്ലാ പോലീസ് മേധാവി ദേവ മനോഹറാണ് പ്രതികരിച്ചത്.